സാറേ, കോടിയേരി ബാലകൃഷ്ണൻ CPM-ന്റെ നേതാവായിരുന്നപ്പോൾ പൂമൂടൽ വിവാദവുമായി ബന്ധപ്പെട്ട് വലിയ വാർത്ത കാടാമ്പുഴ ദേവീക്ഷേത്രം കാടാമ്പുഴ. അപ്പോൾ അവിടെ പോയി ഭാര്യയാണ് പോയത്, മുട്ടറക്കലും പോയി എന്നൊക്കെ. ഇപ്പോൾ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പയ്യന്നൂരിലുള്ള AV മാധവ പൊതുവാൾ എന്ന് പറയുന്നത് ജോത്സ്യനെ കണ്ടു. അത് ജോത്സ്യൻ തന്നെയാണ് പറഞ്ഞത്, എന്നെ കാണാൻ വന്നിരുന്നു, പക്ഷേ അത് മറ്റു കാര്യങ്ങൾക്കല്ല എന്ന് പറഞ്ഞത്. എന്നാൽ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നാണ് CPM-ന്റെ നിലപാട്. സംസ്ഥാന സമിതിയിൽ ഇത് സംബന്ധിച്ച് ചർച്ചയോ തർക്കമോ ഒന്നും ഇല്ലെന്ന് പറയുന്നു. ഇത്ര മോശപ്പെട്ടൊരു കാര്യമാണ് ഒരു ജോത്സ്യനെ പോയി കാണുക എന്ന് പറയുന്നത്. അല്ല, അങ്ങനെയല്ല. എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, കമ്മ്യൂണിസ്റ്റുകാരെ അവരൊരു വ്യാജബിംബം സൃഷ്ടിക്കുക എപ്പോഴും. കാരണം അവർക്ക് ദൈവത്തിലും മതത്തിലും ഒന്നും വിശ്വാസമില്ലാത്തവരാണ്. അവർ ഈ വക കാര്യങ്ങളിൽ നിന്നൊക്കെ അകന്നു നിൽക്കുന്നവരാണ്. തങ്ങൾ മതരഹിതമായ ജീവിതം നയിക്കുന്നവരാണ് എന്ന ഒരു പ്രതീതി ജനിപ്പിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും പരിശ്രമിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. അപ്പോൾ അതുകൊണ്ട് ജോത്സ്യൻ്റെ അടുത്ത് പോകുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് അദ്ദേഹം പോയതായിരിക്കും. കാരണം അദ്ദേഹത്തിന് അറിയേണ്ട ഒരു കാര്യമുണ്ട് ജോത്സ്യൻ്റെ അടുത്ത് നിന്ന്. അതെന്താണെന്ന് വെച്ചാൽ, തനിക്ക് തൻ്റെ ജാതകത്തിൽ ജ്യോത്സ്യന്മാരെ ഇതിനു മുൻപ് പറഞ്ഞിരിക്കുന്ന രാജയോഗം എന്നാണ് ഫലത്തിലാകുന്നത് എന്നറിയാൻ വേണ്ടിയാണ് പോയിരിക്കുന്നത്. രാജയോഗം മനസ്സിലായില്ലേ? തനിക്ക് മുഖ്യമന്ത്രിയാകാൻ കഴിയുമോ എന്നുള്ളതാണ് അദ്ദേഹം ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. ഒരു ദിവസം ഒരു മുഖ്യമന്ത്രിയായിട്ടിരിക്കാൻ കഴിഞ്ഞാൽ അത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്. അതിന് എന്തെങ്കിലും ഈ ഗ്രഹങ്ങളുടെ എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടലുണ്ടാകുമോ എന്നുള്ളതാണ്. നക്ഷത്രങ്ങൾ അപ്പോൾ ഈ നക്ഷത്രങ്ങളല്ല, ഗ്രഹങ്ങളാണ്. ആ ഗ്രഹങ്ങൾ, ആ നവഗ്രഹങ്ങളുടെ ഒരു കോമ്പിനേഷൻ തനിക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത് അനുകൂലമാണോ, താൻ ആ പദവിയിലേക്ക് എത്തുമോ? കാരണം എത്താനുള്ള സാധ്യതകൾ മുഴുവനുള്ള ഒരാളാണ്. പക്ഷേ എത്താതെ ഇങ്ങനെ നിൽക്കുകയാണ്. ഈ പുര നിറഞ്ഞു നിൽക്കുക എന്ന് പറയില്ലേ, അങ്ങനെ മുഖ്യമന്ത്രിയാകാൻ പുര നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ് ഗോവിന്ദൻ. അപ്പോൾ ആ ഗോവിന്ദന് തനിക്ക് മുഖ്യമന്ത്രിയാകാൻ ഈ ഗ്രഹങ്ങളുടെ സഹായം ഉണ്ടാകുമോ എന്നറിയുന്നതിന് വേണ്ടി ജ്യോത്സ്യൻ്റെ അടുത്ത് പോയാൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല. തെറ്റെവിടെയാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ബാലൻ ഇറങ്ങിയിട്ട് പറഞ്ഞ് അത് രോഗവിവരം അന്വേഷിക്കാൻ വേണ്ടി പോയതാണ് എന്ന് പറഞ്ഞു. പക്ഷേ ഇതുവരെ ഈ മാധവ പൊതുവാളിൻ്റെ രോഗവിവരം അന്വേഷിക്കാൻ വേണ്ടി ഇതിന് മുൻപ് ഗോവിന്ദൻ പോയ ചരിത്രം ഉണ്ടായിട്ടില്ല എന്നാണ് അവിടത്തുകാർ പറയുന്നത്. സത്യമാണെന്ന് എനിക്കറിയില്ല. ഇത്രയും കാലം പുള്ളി അങ്ങനെ പോയിട്ടില്ല. ഇനി പയ്യന്നൂർ വേറൊരു കാര്യമുണ്ട്. പയ്യന്നൂർ ഒരുപാട് പൊതുവാൾമാരുണ്ട്. അവരൊക്കെ വലിയ ജ്യോതിഷികളാണ്. ജ്യോതിഷത്തിന് വലിയ പ്രസിദ്ധി കേട്ട സ്ഥലമാണ് പയ്യന്നൂർ. സംസ്കൃത പാണ്ഡിത്യത്തിനും ജ്യോതിഷത്തിനുമൊക്കെ നല്ല പ്രസിദ്ധിയുള്ളൊരു സ്ഥലമാണ് പയ്യന്നൂർ. ഖാദിക്ക് പ്രസിദ്ധി കേട്ട സ്ഥലമാണ്. ഗാന്ധിക്ക് ഫോളോവേഴ്സുള്ള സ്ഥലമാണ്. ഇപ്പോൾ ആ പ്രദേശം മുഴുവനും കമ്മ്യൂണിസ്റ്റ് ആധിപത്യത്തിലാണ് എന്നുള്ളതും വളരെ സത്യമാണ്. അപ്പോൾ ആ കമ്മ്യൂണിസ്റ്റ് ആധിപത്യത്തിലുള്ളൊരു സ്ഥലത്ത് ഗോവിന്ദൻ ഒരു പാർട്ടി നേതാവെന്ന നിലക്ക് പോയി എന്നുള്ളതിൽ ഒരു തെറ്റില്ല. തെറ്റെവിടെയാണെന്ന് വെച്ചാൽ, തന്നെയാൾ ഞാൻ ജ്യോത്സ്യനെ കാണാൻ വേണ്ടി പോയതാണെന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? സത്യസന്ധനല്ല. അവിടെയാണ് പ്രശ്നം. കാരണം ഇനി അങ്ങനെയല്ലല്ലോ. അങ്ങനെ ഒരു പാർട്ടി നേതാവ് പോകുകയാണെങ്കിൽ അതിൻ്റെ ഒരു രീതി ഉണ്ടല്ലോ. ആ രീതിക്കല്ല പോയിരിക്കുന്നത്. ഇത് ഈ പാഷാണം വർക്കിയുടെ സ്വഭാവത്തിലാണ് ഇവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടെ വരുമ്പോൾ കാറൽ മാർക്സിനെയും കാണിക്കും, അതിൻ്റെ പുറകിൽ ഗുരുവായൂരപ്പനെയും കാണിച്ചിട്ടാണ് നടക്കുന്നത്. ഗുരുവായൂരപ്പ ഇതെന്ന് പറഞ്ഞിട്ടാണ്. മറ്റേ ഇത് ഈ VK-ൻ്റെ ഒരു കഥയുണ്ട്. ഈ അശ്വതി ഭരണി കാർത്തിക രോഹിണി എന്നൊക്കെ പറഞ്ഞിട്ട് പാലക്കാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരുന്ന ഒരു സന്ദർഭത്തിലുള്ളൊരു പശ്ചാത്തലത്തിലുള്ള കഥയാണ്. ആ കഥയിൽ അപ്പോൾ കൃഷ്ണൻകുട്ടി നായർ എന്ന് പറഞ്ഞ പാർട്ടി സെക്രട്ടറിയും ചാത്തൻസും കൂടിയാണ് അവിടുത്തെ പാർട്ടി മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവർ രണ്ടുപേരാണ്. അപ്പോൾ ചാത്തൻസ് ചെറുമനാണ്. അപ്പോൾ പക്ഷേ പാർട്ടിയിൽ കൃഷ്ണൻകുട്ടി നായരേക്കാൾ ഹയർ പദവിയിലാണ് ചാത്തൻസ് ഇരിക്കുന്നത്. അപ്പോൾ ചാത്തൻസിനെ കൂടി കൂട്ടിയിട്ട് അരി കള്ളക്കടത്താണ് രണ്ട് സഖാക്കളുടെയും കൂടി പണി. അങ്ങനെ അരി കള്ളക്കടത്ത് കഴിഞ്ഞാൽ തമിഴ്നാട്ടിലേക്ക് ബോർഡർ കടത്തി കൊടുത്തു കഴിഞ്ഞ് തിരിച്ച് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഗുരുവായൂരെത്തി. രാത്രിയായി കഴിഞ്ഞപ്പോൾ, വെളുപ്പിനായി കഴിഞ്ഞപ്പോഴേക്കും. അപ്പോൾ കൃഷ്ണൻകുട്ടി നായർ പറഞ്ഞ്, ചാത്തവനെ ഇവിടത്തോളം വന്നിട്ട് ഗുരുവായൂരപ്പനെ ഒന്ന് കാണാതെ പോകുക എന്ന് പറഞ്ഞാൽ അതൊരു ശരിയാകില്ല, ഭാര്യ വീട്ടിൽ കയറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ പോകാം എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി ക്ഷേത്രക്കുളത്തിലിറങ്ങി കുളിച്ച് കഴിഞ്ഞ് അമ്പലത്തിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ മല്യം തൊടാനായിട്ട് കയറി കഴിഞ്ഞപ്പോഴേക്കും
പിന്നെ VKN പറയണത് ഗുരുവായൂരപ്പൻ ശ്രീകോവിലിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ചോദിച്ചാൽ അങ്ങ് എന്തിനാണ് ഇവിടത്തോളം ഇത്രയും ബുദ്ധിമുട്ട് വന്നത്, പറഞ്ഞെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്ന് കാണുമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഇത്രയും ഇവർ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ചാത്തൻസ് ഒരു അടിയടിച്ചു, ആയുരാരോഗ്യ സൗഖ്യം എന്ന്. അപ്പം ഗുരുവായൂരപ്പൻ ഇങ്ങനെ നോക്കി. എന്നിട്ട് VKൻ്റെ കമൻറ്റാണ്, ഒരു ചെറുമൻ്റെ വായിൽ നിന്ന് ആദ്യമായിട്ടാണ് ഗുരുവായൂരപ്പൻ ആയുരാരോഗ്യ സൗഖ്യം കേട്ടത്. അതിൻ്റെ ഞെട്ടലിൽ നിന്ന് അപ്പോഴും അദ്ദേഹം ബോധ്യപ്പെട്ടിരുന്നില്ല എന്നാണ്. അപ്പോൾ ഇതിനൊരു വ്യവസ്ഥ വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഗുരുവായൂരമ്പലത്തിൽ പോയി കൃഷ്ണൻകുട്ടി നായർ ഇത് കണ്ടു എന്നുള്ള കാര്യം ആരോടും പറയരുത് എന്നുള്ളതാണ് ചാത്തൻസിനുള്ള ഒരിത്. ചാത്തൻസ് അത് ആരോടും പറഞ്ഞിട്ടുമില്ല. പിന്നെ നമ്മൾ മറ്റേ സന്ദേശത്തിലല്ലേ ആ സിനിമയിൽ ശങ്കരാടി പോയി തലേ തുണിയൊക്കെ ഇട്ട് അപ്പോൾ താനിത് എങ്ങനെ അറിഞ്ഞ് ഞാൻ അമ്പലത്തിൽ പോണ കാര്യം എന്ന് ചോദിക്കും, പറയും അല്ല ഞാനും ആ സമയത്ത് പോകാറുണ്ട്. എന്നാൽ പിന്നെ ഇത് നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി, താൻ എത്ര വേണേലും കല്യാണം കഴിച്ചു, ഒരു കുഴപ്പമില്ല എന്ന് പറയുന്ന രീതിയിൽ. ഇവർക്ക് ഈ പറയുന്ന കാര്യത്തോട് ഇവർക്കൊരു കമ്മിറ്റ്മെൻറ്റും ഇല്ല. അണികളെ പറ്റിക്കാനുള്ളൊരു വേലയാണോ? ആളുകളെ എങ്ങനെയെങ്കിലുമൊക്കെ പറ്റിക്കണം എന്നൊരു വേലയിലാണ് ഇവരൊക്കെ നടക്കുന്നത്. അതല്ലാതെ സത്യസന്ധമായ ഒരു ജീവിതത്തിൻ്റെ ചിത്രത്തിലല്ലത് പോകുന്നത്. ഇവിടെയാണ് ഈ കുഴപ്പം പറ്റുന്നത്. അതുകൊണ്ട് അങ്ങനെ ഇപ്പോൾ എനിക്ക് ഞാൻ പോയെന്ന് ഇപ്പോൾ അതിനെന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ പോരെ. പക്ഷെ മാത്രമല്ല, മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ MV ഗോവിന്ദൻ്റെ മുഖഭാവം മാറുകയാണ്. അതില്ലാന്നല്ലേ പറഞ്ഞത്, പിന്നെന്താ എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ എന്തിനാണ് ചാടി. കാരണം അത് ഈ പെൻസിൽ കട്ടിട്ട്, പണ്ട് പെൻസിൽ കട്ടതിന് ശേഷം ഹെഡ് മാസ്റ്ററുടെ മുമ്പിൽ പോയി നിൽക്കുന്ന പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥിയുടെ മുഖഭാവത്തിലാണ് ഗോവിന്ദൻ നിൽക്കുന്നത്. കാരണം താൻ പിടിക്കപ്പെട്ടു എന്നുള്ളതാണ്. കാരണം വിപ്ലവ വീര്യം കുറഞ്ഞു പോകുമോ എന്നുള്ളതാണ്. വിപ്ലവ വീര്യം വേറൊരു ഇതുണ്ടായിരുന്നു. വേറൊരു വിശ്വംഭര മാഷ് ഉള്ള സമയത്ത് ഇതുപോലെ തന്നെ പയ്യന്നൂരിൽ നിന്നുള്ള വളരെ പ്രമുഖയായ ഒരു നേതൃ വിശ്വംഭര മാഷെ കാണാൻ വേണ്ടി വന്നിട്ട് പറഞ്ഞു, അത് ഒരു സങ്കേതത്തിൽ വെച്ചാണ് കാണിക്കുന്നത്, വേറൊരാളുടെ വീട്ടിൽ വെച്ച്. ഉറങ്ങിക്കഴിയുമ്പോഴേക്കും ഉറങ്ങാൻ പറ്റുന്നില്ല. കാരണം അച്ഛൻ സ്വപ്നത്തിൽ വരുന്നു, അച്ഛന് ബലികർമ്മങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എന്നിട്ട് ഇവർ പോയിട്ട് ഇവിടെ ഹിമാലയത്തിൽ, ഒരു MP ആയിരുന്നു. അപ്പോൾ ഹിമാലയത്തിൽ പോയിട്ട് ഹരിദ്വാറിലല്ല, ഋഷികേശിൽ പോയി അവർ ബലികർമ്മങ്ങളൊക്കെ ചെയ്ത് തിരിച്ച് വന്നു. കാരണം അവർക്ക് ഉറങ്ങണ്ടേ, ഉറങ്ങാൻ പറ്റുന്നില്ല. ഇത് കമ്മ്യൂണിസ്റ്റുകാരിൽ പലർക്കും ഉള്ളൊരു കാര്യമാണ്. പക്ഷെ അത് തുറന്നു പറയാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ ബ്രിട്ടാസിൻ്റെ മകളുടെ വിവാഹം നടത്തിയത് പള്ളിയിൽ വെച്ചാണ്. അതിൽ യാതൊരു തെറ്റുമില്ല. കാരണം ബ്രിട്ടാസ് അത് തുറന്ന് സമ്മതിച്ചല്ലോ, എൻ്റെ മകളുടെ വിവാഹം പള്ളിയിൽ വെച്ച് നടത്താൻ പറ്റുള്ളൂ. പക്ഷേ ഇതേ മനോഭാവത്തോടു കൂടി എൻ്റെ മകൻ്റെ വിവാഹം ഗുരുവായൂർ വെച്ച് നടത്താൻ കഴിയൂ എന്ന് പറയാനുള്ള ഒരു ഹിന്ദു ആയിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഇല്ല എന്നുള്ളതാണ് വസ്തുത. ഹിന്ദു സഖാവിനുള്ള ധൈര്യമില്ല, പറയാൻ പാടില്ല എന്നാണ്. അതെന്താ കാര്യം എന്ന് വെച്ചാൽ, ദൈവനിഷേധവും മതനിഷേധവുമെല്ലാം ഹിന്ദുക്കളായ സഖാക്കളുടെ മാത്രം പരിഗണനയിലുള്ള വിഷയമാണ്. ഹിന്ദുക്കളല്ലാത്ത സഖാക്കൾ ഇതൊന്നും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവുമില്ല എന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം. സർ, CPM എന്ന് പറയുന്ന പാർട്ടിയിൽ വിശ്വസിക്കുന്ന ക്രിസ്തു മതത്തിൽപ്പെട്ട ആളാണ് MP യോ MLA ഒക്കെ ആണെങ്കിൽ ഞായറാഴ്ച അദ്ദേഹം പള്ളിയിൽ പോലെ മകളുടെ വിവാഹത്തിൽ ക്രൈസ്തവ ദേവാലയത്തിൽ വെച്ചായിരിക്കും. ഇനി മുസ്ലിം മതത്തിൽപ്പെട്ട ഒരാളാണെങ്കിൽ ഇലക്ഷൻ്റെ പ്രചരണ സമയത്ത് വാഹനത്തിനുള്ളിൽ വെച്ച്, അതായത് വാഹനം നിർത്തി പരസ്യമായിട്ട് നിസ്കരിക്കാനുള്ള സൗകര്യം കൊടുക്കുന്നു. ഇനി പൊതുപരിപാടിയാണെങ്കിൽ കുറച്ച് സമയം വാങ്കുവിളിയുടെ സമയത്ത് അത് നിർത്തി വെച്ചിട്ട് വേണമെങ്കിൽ നമസ്കരിക്കാനുള്ള സൗകര്യം കൊടുക്കുന്നു. ഇവിടെ എന്താ ഹിന്ദു സഖാക്കൾക്ക് ഇത്തരത്തിലുള്ള ഒരു സൗകര്യം കൊടുക്കാത്ത? അല്ലെങ്കിൽ അവരെന്താ അത് ചോദിക്കാത്തത്? ശരി, എനിക്ക് ശനിയാഴ്ച അമ്പലത്തിൽ പോകണം, അല്ലെങ്കിൽ മറ്റൊരു ദിവസം ഒരു ചടങ്ങിന് പോകണം, എന്തിനാണ് ക്ഷേത്രം എന്ന് പറയുമ്പോൾ ഇവർ ഭയപ്പെടുന്നത്? അല്ലാതെ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ദൈവനിഷേധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഹിന്ദുക്കൾ മാത്രം നടത്തിയാൽ മതി എന്ന് പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. EMSൻ്റെ കാലം തുടങ്ങി അങ്ങനെ തന്നെയായിരുന്നു, പണ്ട് മുതലേ ഇങ്ങനെ തന്നെയാണ്. പക്ഷേ EMS അമ്പലത്തിൽ പോകും, TK രാമകൃഷ്ണൻ അമ്പലത്തിൽ പോകുമായിരുന്നു, രഹസ്യമായിട്ടാണെന്ന് മാത്രം. ഇവരെല്ലാവരും, ഇവർക്കൊരു രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും ഉണ്ട്. ആ രഹസ്യ ജീവിതത്തിൽ ഇവർ മതവിശ്വാസികളാണ്, ജ്യോതിഷത്തിൽ വിശ്വസിക്കും, ഇവർ അന്ധവിശ്വാസികളുമാണ്. പരസ്യ ജീവിതത്തിലും അത് കാരണം ഇവർക്കൊരു കാപട്യത്തിൻ്റെ അംശം മാർക്സിസ്റ്റ് പാർട്ടിയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ കാരണം ഇതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, മാർക്സിസം അനുസരിച്ചിട്ട് ഇതൊന്നും പാടില്ല, പക്ഷേ ജീവിതത്തിൽ ഇതൊക്കെ വേണം.
ഏത് കമ്മ്യൂണിസ്റ്റ് നേതാവാണ് ഇങ്ങനെ അല്ലാത്ത ഒരാളുടെ പേര് പറയൂ? ബാക്കിയുള്ളവരൊക്കെ എല്ലാവരും. പക്ഷേ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഇത് ചെയ്തു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നടപടിയില്ല. ഹിന്ദുക്കൾ ചെയ്താൽ നടപടി വരും. ഇതാണ് അതിനകത്തുള്ള വ്യത്യാസം. അപ്പോൾ അത് ഗോവിന്ദനാണെങ്കിലും ഗോവിന്ദൻ ഗോവിന്ദൻ അറ്റ കൈക്ക് ചെന്നതാണേ. കാരണം മുഖ്യമന്ത്രി ആകാൻ തനിക്ക് എന്തെങ്കിലും ഒരു അവസരം ഉണ്ടോ എന്ന് അന്വേഷിച്ച് ചെല്ലാണ്. ഒരു മനുഷ്യൻ്റെ വിഹുലതകൾ മനസ്സിലാക്കണം, അദ്ദേഹത്തിൻ്റെ വിഷമം മനസ്സിലാക്കണം. ഇതൊരു ചാൻസാണ്. ഈ ചാൻസിനിടയ്ക്ക് ഒന്ന് മുഖ്യമന്ത്രി ആയിട്ട് ഇരിക്കാൻ ഒരാൾക്ക് കഴിയുമെന്ന് അദ്ദേഹം ഒന്ന് ആഗ്രഹിച്ചു പോയാൽ എന്താ തെറ്റ്? പാർലമെൻ്ററി വ്യാമോഹം ഇപ്പോൾ ആകാമല്ലോ. ഇപ്പോൾ വ്യാമോഹം മാറി പാർലമെൻ്ററി മോഹമാണ്. മുൻപായിരുന്നു പാർലമെൻ്ററി വ്യാമോഹം പാടില്ല, കാരണം വിപ്ലവം ഉടനെ വരുമെന്നുള്ളതാണ്. വിപ്ലവം ഇപ്പോൾ വരില്ല എന്നുള്ള കാര്യം അവർ തീരുമാനം എടുത്തു കഴിഞ്ഞു. അപ്പോൾ പിന്നെ പാർലമെൻ്ററി വ്യാമോഹം പോയിട്ട് മോഹമായി. പക്ഷെ മുൻപ് വിപ്ലവം വരും എന്നൊരു വിശ്വാസത്തിലായിരുന്നു. ആ വിപ്ലവം വരും എന്ന വിശ്വാസത്തിൻ്റെ കാലത്താണ് എന്ത് സംഭവിച്ചുകൊണ്ടിരുന്നത്? പാർലമെൻ്ററിയിലേക്ക് നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ അത് മോഹമല്ല, വ്യാമോഹമാണ്. ഒരു സഖാവ് അതിന് പാടില്ല എന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ വിപ്ലവം ഈ സമീപകാലത്തൊന്നും വരാൻ ഒരു സാധ്യതയും ഇല്ലാത്തതുകൊണ്ട്, സമീപ ഭാവി കാലത്തിൽ വിപ്ലവം അസാധ്യമായതുകൊണ്ട് നമുക്ക് പാർലമെൻറ്റിൽ മോഹമാകാം എന്ന് സമ്മതിച്ച്. അപ്പോൾ വ്യാമോഹം മാറി മോഹമാണ്. ആ പാർലമെൻ്ററി മോഹത്തിൽ നിൽക്കുന്ന ഒരു സഖാവിനെ പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള പോളിറ്റ് ബ്യൂറോ മെമ്പറായിട്ടുള്ള ഒരാൾക്ക്, MLA ആയിട്ടുള്ള ഒരാൾക്ക് എലിജിബിളാണ്. എലിജിബിൾ ബാച്ചലർ എന്നൊക്കെ പറയുന്ന രീതിയിൽ എലിജിബിളാണ്. അങ്ങർക്ക് ഒന്ന് മുഖ്യമന്ത്രി ആകുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഒരു ജ്യോത്സ്യനെ കണ്ടൊന്ന് ഉറപ്പിക്കാൻ വേണ്ടി അങ്ങേര് പോയതിൽ ഒരു തെറ്റ് ഞാൻ കാണുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു തെറ്റല്ല. കാരണം ഇവരൊക്കെ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ജ്യോതിഷികളുടെ അടുത്ത് പോകുന്നവരും രഹസ്യമായി പൂജ നടത്തുന്നവരും രഹസ്യമായി കൂടോത്രം നടത്തുന്നവരെയും ഒക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ പാർട്ടിയിൽ എത്ര നേതാക്കളുണ്ടാവുമെന്ന് അന്വേഷിക്കേണ്ടതാണ്. എത്ര നേതാക്കളുണ്ടാകും? ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ഒരുപക്ഷെ മുഖ്യമന്ത്രി പദം എന്നിലേക്ക് എത്തുമോ, സെക്രട്ടറി പദം എന്നിൽ തന്നെ നിലനിൽക്കുമോ, ഇതൊക്കെ ഒന്ന് അറിയാൻ. സെക്രട്ടറി പദത്തിലല്ല പ്രശ്നം. സെക്രട്ടറി പദം അടുത്തത് വരണ്ടേ, അടുത്ത പാർട്ടി കോൺഗ്രസ് വരുമ്പോഴല്ലേ പറ്റുള്ളൂ. ഇപ്പോൾ പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞല്ലേ ഉള്ളൂ. അതപ്പോൾ ഇനി 3 കൊല്ലത്തേക്ക് ഗ്യാരണ്ടീഡാണ്. പക്ഷേ മുഖ്യമന്ത്രി ആകാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പ് കിട്ടാൻ വേണ്ടി ഗ്രഹനില എന്ത് പറയുന്നു എന്നറിയാൻ വേണ്ടി ചെന്നതാണ്. തനിക്ക് അനുകൂലമായിട്ട് തൻ്റെ ഗ്രഹനില എല്ലാം തനിക്ക് അനുകൂലമായിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ടോ? ഈ വ്യാഴത്തിൻ്റെ മാറ്റവും ശനിയുടെ മാറ്റവും എല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് എന്തെങ്കിലും ഒരു സംഭവത്തിന് സാധ്യതയുണ്ടോ എന്നുള്ള കാര്യം ജ്യോതിഷിയായിരിക്കുന്ന പൊതുവാളിൻ്റെ അടുത്ത് പോയി ചോദിച്ചു എന്നുള്ളതിന് ഞാൻ ഒരു തെറ്റും കാണുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത്. തെറ്റത് മൂടി വെക്കുമ്പോൾ മാത്രമേ തെറ്റാവുന്നുള്ളൂ. അതുകൊണ്ട് ഇനി അവർ ഈ പറയുന്ന ഗോവിന്ദനോ അല്ലെങ്കിൽ പാർട്ടിയിലെ മുതിർന്ന നേതാക്കളോ പറയും, ശരി MV ഗോവിന്ദൻ പോയിട്ടുണ്ട്, അവിടെ ജ്യോതിഷിയെ കണ്ടിട്ടുണ്ട് എന്ന് സമ്മതിക്കുന്നു. അല്ല, അവർ സമ്മതിച്ചേക്കണ പറഞ്ഞല്ലോ. പോയത് ബന്ധു അല്ല, എന്താണ് ഇയാളുടെ രോഗവിവരം അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് പറഞ്ഞ. മറ്റേത് അറിയില്ല. ആദ്യമായിട്ടാണ് ഒരു പാർട്ടി നേതാവ് ഈ ഒരു ജ്യോതിഷിയുടെ രോഗവിവരം. ആ ജ്യോതിഷി കമ്മ്യൂണിസ്റ്റ് കുടുംബാംഗം കൂടിയാണെന്ന് ചിലപ്പോൾ പറഞ്ഞെന്നിരിക്കും. ഒരു ജ്യോതിഷിക്ക് എങ്ങനെയാണ് ഇപ്പോൾ കമ്മ്യൂണിസവും കൂടി പറ്റുക? അങ്ങനെ ഒരു ചോദ്യമില്ലേ? ഒരു ജ്യോതിഷിയാണ് അദ്ദേഹം. ജ്യോതിഷിയാണെങ്കിൽ ആ ജ്യോതിഷ സിദ്ധാന്തങ്ങളിൽ വിശ്വസിക്കുകയും അതനുസരിച്ച് ആളുകൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹം കമ്മ്യൂണിസവും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിലും ഇല്ലാന്നല്ലേ എൻ്റെ അർത്ഥം. അതെ. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യത്തിൽ എനിക്ക് പൊതുവാളിനാണ് വിശ്വാസം, ഗോവിന്ദൻ മാഷയല്ല. കാരണം പൊതുവാളിനത് ഉപജീവനമാണ്. അപ്പോൾ പൊതുവാൾ അതിൽ കാപട്യം പറഞ്ഞാൽ പൊതുവാളിൻ്റെ അടുത്ത് നാളെ ആളുകൾ ചെല്ലില്ല. ഞാൻ കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരിയാണെന്ന് പൊതുവാൾ ഇന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നാളെ പൊതുവാൾ കടടച്ചു പോകേണ്ടി വരും. പൊതുവാളിൻ്റെ ഉപജീവനം മുട്ടിപ്പോകും. പക്ഷേ അപ്പോൾ ഒരു കാര്യമുണ്ട്, ഈ വിപ്ലവത്തിൻ്റെ ഈറ്റില്ലമായിട്ടുള്ള മഹാഭൂരിപക്ഷം സഖാക്കൾ ജീവിക്കുന്ന വലിയ രീതിയിൽ 40,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ പയ്യന്നൂരിൽ നിന്ന് മാർക്സിസ്റ്റ് പാർട്ടി ജയിച്ചുകൊണ്ടിരിക്കുക. അവിടെ ജ്യോതിഷികൾ തഴച്ചു വളരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? മാർക്സിസ്റ്റുകാരായിട്ടുള്ള മഹാഭൂരിപക്ഷം പേരും ജ്യോതിഷികളെ കൂടി ആശ്രയിക്കുന്നുണ്ടെന്നല്ലേ? അതെ. ആ ആശ്രയത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ഗോവിന്ദൻ പോകുമ്പോൾ നിങ്ങൾക്ക് എന്താ ഇത്ര വിഷമം? ഒരു വിഷമമില്ല, എല്ലാവരും സപ്പോർട്ട് ചെയ്യും. ഗോവിന്ദൻ അത് പോട്ടെ, ഗോവിന്ദൻ പോകാൻ പാടില്ല അങ്ങനെ ഒരിക്കലും പറയരുത്. ഞാൻ ഗോവിന്ദൻ്റെ കൂടെ ഇതിനകത്ത്. ഗോവിന്ദൻ പോകണം, ഗോവിന്ദൻ ഇനിയും പോകണം.
ആ ജ്യോതിഷി പറഞ്ഞത് ശരിയാണോ എന്നറിയാൻ വേണ്ടി വേറൊരു ജ്യോതിഷം എടുത്ത് പോകണം. അങ്ങനെ പോയിട്ട് അദ്ദേഹത്തിന് ഒന്ന് ഗോവിന്ദൻ, എനിക്കൊരു കാര്യം, എനിക്ക് ഗോവിന്ദൻ മുഖ്യമന്ത്രി ആകുന്നതിൽ ഒരു എതിർപ്പില്ലാത്ത ഒരാളാണ്. അപ്പോൾ പിന്നെ അത് ഗോവിന്ദൻ അവിടെ പോയി ചോദിച്ചാലും ഞാൻ ഒരു തെറ്റും കാണുന്നില്ല. ഇനി എല്ലാ മാർക്സിസ്റ്റുകാരും ഇങ്ങനെയൊക്കെ പോയി ചോദിക്കണം. പക്ഷേ ഈ കാപട്യം പാടില്ല, അത് മറച്ചു വെക്കരുത്. പിന്നെ ഒരു കാര്യവും കൂടി, അങ്ങനെ പോയി കാണുന്നവർ വേറെ എന്ത് ചെയ്താലും AK ബാലനെ പോലുള്ള ഒരാളെ കൊണ്ട് ന്യായീകരണം പറയിപ്പിക്കരുത്. കാരണം ബാലൻ ന്യായീകരണം പറഞ്ഞതോടുകൂടി ഗോവിന്ദൻ അവിടെ പോയത് ജ്യോതിഷിയെ കാണാനാണെന്നുള്ള കാര്യം എല്ലാവർക്കും ബോധ്യമായി എന്നുള്ളതാണ് വസ്തുത. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.